ഹലോ ഗൈസ്, വെൽക്കം ടു നിസ്ത ഗാലറി. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഈ കേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നു എന്നാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഷെയർ ചെയ്യുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉടനെ സബ്സ്ക്രൈബ് ചെയ്യുക. പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫാമിലീസിനും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ കേക്കിന് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. 4 മുട്ട, 150 ml ഗീ, 1/2 കപ്പ് ഫ്രഷ് ക്രീം, 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 പിഞ്ച് ഉപ്പ്, 1 കപ്പ് മൈദ, 1 കപ്പ് പൊടിച്ച പഞ്ചസാര. ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് കേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കാം. അതിനായി ഞാൻ ഒരരിപ്പിൽ എടുത്തു വെച്ചിട്ടുള്ള മൈദയും ബേക്കിംഗ് പൗഡറും ഒരു നുള്ളു ഉപ്പും ചേർത്ത് അരിച്ചെടുക്കുന്നതാണ്. ഞാനിവിടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗീയും ഷുഗർ പൗഡറും കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഞാൻ ബീറ്ററിലേക്ക് ഗീ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പൊടിച്ച പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ലോ സ്പീഡിൽ ആദ്യം അടിച്ചു തുടങ്ങും. നമ്മുടെ ഗീയും പഞ്ചസാരയും നല്ലപോലെ ബീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഓരോ മുട്ടയായി ഉടച്ചിട്ട് കൊടുക്കാം. ഇതൊന്ന് നല്ലപോലെ ബീറ്റ് ആവട്ടെ. നമ്മളെ മുട്ട ഇവിടെ ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 കപ്പ് ഫ്രഷ് ക്രീമാണ്. ഒന്ന് സ്പീഡ് ലോ ആയി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് മൈദ കുറച്ചായി ആഡ് ചെയ്ത് കൊടുക്കാം. ലോ സ്പീഡിലിട്ടിട്ടാണുള്ളത്. ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി എടുത്താൽ മതി. കുറേ നേരം ബീറ്റ് ചെയ്യേണ്ട. മൈദ ഇട്ടിട്ട് നമുക്കൊരു സ്പാറ്റുല വെച്ച് ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സോസ് പാനിലേക്ക് മാറ്റാം, ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിവിടെ സോസ് പാന് ഗ്രീസ് ചെയ്ത് വെച്ചതാണ്. നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് 40 to 45 മിനിറ്റ്സ് വരെ ലോ ഫ്ലെയിമിൽ ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് കേക്ക് ബേക്ക് ആകുമ്പോഴേക്കും നമുക്ക് അതിനുള്ള ക്രീം അടിച്ച് വെക്കാം. അപ്പോൾ അത് ഞാനിവിടെ 2 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഞാൻ സിൽവർ മാർക്കിൻ്റെ വിപ്പിംഗ് ക്രീമാണ് യൂസ് ചെയ്യുന്നത്.
ഞാൻ ഈ ബീറ്റ് ചെയ്യുന്ന പാത്രവും അതിൻ്റെ ബ്ലേഡും ഒരു ഹാഫ് അവർ ഫ്രീസറിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുത്തിട്ടാണ് ക്രീം ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. എൻ്റെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആൻഡ് സ്പഞ്ചിയാണ്. അപ്പോൾ ഇനി ഇതിന് ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് കാരമൽ സിറപ്പ് ഉണ്ടാക്കണം. അപ്പോൾ കാരമൽ സിറപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോഴേക്കും നമ്മുടെ കേക്ക് ഒന്ന് ചൂടാറട്ടെ. കാരമൽ സിറപ്പ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 1/2 കപ്പ് ബ്രൗൺ ഷുഗർ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 1/4 കപ്പ് ഫ്രഷ് ക്രീം, 2 ടേബിൾ സ്പൂൺ ബട്ടർ. നമുക്കിത് തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു സോസ് പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബ്രൗൺ ഷുഗറും ബട്ടറും ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് മെൽറ്റായതിന് ശേഷം നമുക്ക് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ലപോലെ മെൽറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ബട്ടറാണ് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായത്. നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇത് നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മളെ കാരമൽ സോസ് ഇവിടെ നല്ലപോലെ തിക്കായിട്ടുണ്ട്. ഇത് 2 മിനിറ്റ് കൂടിയും ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലേവറിന് വേണ്ടി നമുക്കൊരൽപ്പം വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. കേക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരൽപ്പം കാഷ്യൂ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിന് ഞാൻ ഒരു പാന് ചൂടാക്കി അതിൽ ഒരൽപ്പം ഗീ ഒഴിച്ചിട്ടുണ്ടായി. നമുക്ക് ഈ കാഷ്യൂ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളെ കാഷ്യൂ ഇവിടെ റോസ്റ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഇവിടെ എൻ്റെ കേക്കും ക്രീമും കാരമലും പിന്നെ ഗാർണിഷിങ്ങിനുള്ള കാഷ്യൂവും ഇത് ഷുഗർ സിറപ്പാണ് ഒക്കെ റെഡിയാണ്. ഇനി നമുക്ക് ഇതെങ്ങനെ ഐസിങ് ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്ക് ഐസിങ് തുടങ്ങാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ കേക്ക് ഇവിടെ 3 ലെയറായി കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കതിൻ്റെ മുകളിലേക്ക് ആദ്യത്തെ ലെയറിൽ ഒരൽപ്പം ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കതിൻ്റെ മുകളിലായി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച കാരമൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിന് മുകളിൽ നമുക്ക് കുറച്ച് കാഷ്യൂ ആഡ് ചെയ്ത് കൊടുക്കാം.
ഇപ്പോൾ ഫസ്റ്റ് ലെയർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി സെക്കൻഡ് ലെയർ സെയിം പ്രോസസ്സ് തന്നെയാണ്. നമുക്ക് ഇതേപോലെ 3 ലെയറും ചെയ്തെടുക്കാം. അടിപൊളി ഐറ്റമാണ്, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഐറ്റമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉടനെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.